രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് സർക്കാരായിക്കോട്ടെ, അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അവരുടേതായിട്ടുള്ള രീതികളും ഉണ്ടെങ്കിലും ഒരു കലാകാരനെ ബഹുമാനിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ആദരിക്കുന്നതിനകത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ പാടില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് പുറകെ പോയാൽ നമ്മുടെ നാട്ടിൽ നിന്നും മാത്രമല്ല ഒരിടത്തും ഒരു കലാകാരൻ എന്ന് പറഞ്ഞ ഒരാരും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് നാളെ ആരും വരാൻ പോലും സാധ്യതയില്ല. ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്ന നടനോട് കാലാകാലങ്ങളായിട്ടുള്ള ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ അവഗണനയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. കാര്യം ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യയെ ഒരു ആഗോള എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സർക്കാർ വിളിച്ചു ചേർത്ത് ഇപ്പം സിനിമയിലെ, അതായത് ദക്ഷിണേന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒക്കെ ഉള്ള പ്രമുഖരായിട്ടുള്ള ചില നടന്മാരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇന്ത്യ ഒരു ആഗോള എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള രീതിയിൽ അതിന് ഇത്തരത്തിലുള്ള നടന്മാരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മലയാളത്തിൽ നിന്ന് ലാലേട്ടനെയാണ് ക്ഷണിച്ചത്. അതുപോലെ ഹിന്ദിയിൽ നിന്ന് ഷാരൂഖ് ഖാനെ പോലുള്ളവരും തമിഴിൽ നിന്ന് രജനീകാന്തിനെ പോലുള്ളവരും ഒക്കെ അത്തരത്തിലുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്ത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, മമ്മൂക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരാണ് യോഗ്യനായിട്ടുള്ളത്? കാര്യം മമ്മൂക്കയ്ക്കൊപ്പം ലാലേട്ടൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ മമ്മൂക്കയ്ക്കൊപ്പം ലാലേട്ടൻ യോഗ്യനാണ്. പക്ഷേ മമ്മൂക്കയുടെ ഒരു സീനിയോറിറ്റി അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ലാലേട്ടനില്ല. ഇപ്പോൾ കടുത്ത ലാലേട്ടൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ താഴെ വന്നിട്ട് കുറേ ചീത്ത കൗമാരി കമൻറ്റ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ വളരെ കാര്യമായിട്ടും വളരെ സത്യസന്ധമായിട്ടും ഞാൻ പറയുക. കാര്യം ലാലേട്ടൻ സിനിമയിൽ നായക വേഷം കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്ക നായക വേഷം കിട്ടിയതാണ്. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക നായകനായിട്ടുള്ള എത്രയോ സിനിമയ്ക്കകത്ത് വില്ലൻ വേഷങ്ങളിലും ഉപനായക വേഷങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നീടാണ് ഈ ലാലേട്ടൻ നായക വേഷത്തിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ എങ്ങനെ നോക്കിയാലും, ഇപ്പം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിലാണെങ്കിലും സിനിമാ രംഗത്ത് വാങ്ങിക്കൂട്ടിയ അല്ലെങ്കിൽ വാരിക്കൂട്ടിയ പുരസ്കാരങ്ങളുടെ പുറത്താണെങ്കിലും സാമൂഹിക സേവനങ്ങളുടെ പുറത്താണെങ്കിലും ഏത് നോക്കിയാലും ശരി, ഇന്ത്യയെ ഒരു ആഗോള എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാക്കാനുള്ള സത്യസന്ധമായ ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര സർക്കാർ ഒരു മീറ്റിംഗ് വിളിക്കുമ്പം അവിടെ വിളിക്കേണ്ടത്, മലയാളത്തിൽ നിന്ന് ക്ഷണിക്കേണ്ടത് ആദ്യത്തെ ആൾ മമ്മൂക്കയാണ്. ലാലേട്ടനെ ക്ഷണിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ലാലേട്ടനെയും ക്ഷണിക്കണം. പക്ഷേ മമ്മൂക്കയെ ക്ഷണിക്കാതെ ലാലേട്ടനെ ക്ഷണിച്ചിട്ട് അവിടെ അത്തരത്തിലുള്ള അതിന് എന്ത് സൂചനയാണ് ഈ സർക്കാർ കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ അതുപോലെ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പത്മഭൂഷണെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പത്മഭൂഷൺ പോലുള്ള ബഹുമതി ഇപ്പം ലാലേട്ടനെ പോലുള്ള മമ്മൂക്കയുടെ ജൂനിയറായിട്ടുള്ള ലാലേട്ടനെ പോലുള്ളവർക്കും ശോഭനയ്ക്കും അങ്ങനെ പല ആളുകൾക്കും, അപ്പം അന്യഭാഷ തെലുങ്ക് ഭാഷകളിൽപ്പെട്ട ബാലകൃഷ്ണ ബാലയ്യെ പോലുള്ള ആളുകൾക്കും ഇവർക്കും ഒക്കെ വാരിക്കോരി കൊടുക്കുമ്പോഴൊന്നും മമ്മൂക്കയ്ക്ക് അതൊന്നും കൊടുക്കുന്നില്ല. അവിടെ എല്ലാം മമ്മൂക്കയെ അവഗണിക്കുക. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇന്ത്യ ആഗോള എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര സർക്കാർ വിളിച്ചു കൂട്ടിയ ഈ ഒരു മീറ്റിങ്ങിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ മാത്രം പങ്കെടുക്കുക, അല്ലെ അദ്ദേഹത്തിനെ മാത്രം ക്ഷണിക്കുകയും മമ്മൂക്കയെ ഒഴിവാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളത്തിന് മുമ്പ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൽ വന്നപ്പം ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയതിന് ശേഷം പിന്നീട് മമ്മൂക്കയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് മമ്മൂക്ക അദ്ദേഹത്തിനെ തൊഴുതു, അദ്ദേഹം മമ്മൂക്കയെ തിരിച്ചു തൊഴുതു, അദ്ദേഹം കൊടുത്ത അക്ഷതം വാങ്ങിച്ച് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് അദ്ദേഹം ഇട്ടു, ഇതൊക്കെ ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പം ആദ്യം അത്തരത്തിലുള്ളൊരു വീഡിയോ പുറത്തു വരുന്നതിന് മുമ്പ് ചില ആൾക്കാർ പ്രചരിപ്പിച്ചു മമ്മൂക്ക പ്രധാനമന്ത്രിയെ തൊഴുതില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് മമ്മൂക്ക കൈയും കെട്ടി നോക്കി നിന്നു എന്ന്. അത് ലാലേട്ടൻ്റെ അടുത്ത് പ്രധാനമന്ത്രി നിന്ന സമയത്ത് മമ്മൂക്ക അങ്ങനെ നിന്ന്, മമ്മൂക്കയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയെ വണങ്ങിയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മമ്മൂക്ക ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദിയെ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ മമ്മൂക്ക വണങ്ങിയില്ലെങ്കിൽ അതൊരു ഭയങ്കര കുറ്റം. പക്ഷേ മറ്റുള്ള കാര്യത്തിനകത്തെല്ലാം മമ്മൂക്കയ്ക്കെതിരെ ഉണ്ടാകുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്ക് ആർക്കും ചോദിക്കേണ്ട, ആർക്കും ഒന്നും പറയണ്ട. ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗുരുവായൂരിൽ വെച്ച് കണ്ടപ്പം, ഇപ്പം നരേന്ദ്രമോദിയെ കണ്ടപ്പം മമ്മൂക്ക ഇപ്പോൾ തൊഴുതില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഈ കണക്കിനാണെങ്കിൽ അദ്ദേഹം തൊഴണമെന്ന് യാതൊരു കാര്യമില്ല, അദ്ദേഹം വണങ്ങേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. കാര്യം അദ്ദേഹത്തിനെ മറ്റൊരു രീതി കാണുകയും, ഇപ്പോൾ ലാലേട്ടനെ പോലുള്ളവർക്ക്, മമ്മൂക്കയുടെ വളരെ ജൂനിയർ ആയിട്ടുള്ള ലാലേട്ടനെ പോലുള്ളവർക്ക് വേണ്ടുന്ന അംഗീകാരങ്ങളെല്ലാം വാരിക്കോരി കൊടുക്കുമ്പം മമ്മൂക്കയെ അവഗണിക്കുക, അതായത് പൂർണ്ണമായിട്ടും മമ്മൂക്കയെ അവഗണിക്കുക. ഇവർ അവഗണിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം
ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു മതമൊന്നുമല്ല ഇപ്പം മതപരമായിട്ട് അവഗണിക്കുക എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. ഇപ്പം അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പം ഷാരൂഖ് ഖാനെ പോലുള്ള ആൾക്കാരെയൊക്കെ, അമീർ ഖാനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങിന് വിളിക്കുമ്പം അവിടെ മതമല്ല പ്രശ്നം. മമ്മൂക്ക ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് BJP, അതായത് കേന്ദ്ര സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ BJPയുടെ നേതാക്കൾക്കാണ് അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം. അതങ്ങനെ അല്ല എന്ന് തിരുത്തി കൊടുക്കേണ്ടത്. ഇപ്പോൾ കൈരളിയുടെ നേതൃത്വത്തിലുള്ള മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചെയർമാനായിട്ട് മമ്മൂക്ക ഇരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മമ്മൂക്ക ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്നോ ഒരു ഇടതുപക്ഷ പാർട്ടിക്കാരനാണെന്നോ പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കണക്ക് അദ്ദേഹം ഒരിക്കലും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്നസെൻറ്റിന് വേണ്ടിയിട്ട് മമ്മൂക്കയും ലാലേട്ടന് വോട്ട് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ മമ്മൂക്ക ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മമ്മൂക്ക ഒരു കാലത്ത് വോട്ട് ചോദിച്ചിട്ടില്ല. അപ്പം മമ്മൂക്ക ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെയും BJPയുടെയും ഇടതുപക്ഷത്തിന് എല്ലാവരുമായിട്ടും വളരെ നല്ല രീതിയിലുള്ള സൗഹൃദമാണ്. ഇപ്പോൾ മമ്മൂക്ക സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയപ്പം ഇവരെല്ലാം BJPക്കാരുൾപ്പെടെ ഉള്ളവരെല്ലാം മമ്മൂക്കയുടെ വീട്ടിൽ ചെന്ന് പൊന്നാട അണിയിച്ച് അദ്ദേഹത്തിനെ ആദരിച്ച്. അപ്പോൾ പക്ഷേ ഇത് കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പം തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. മമ്മൂക്ക ഒരു ഇടതുപക്ഷ സഹയാത്രികന അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരനാണെന്നുള്ള രീതിയിൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം മമ്മൂക്കയോടെ ചെയ്യുന്ന രീതിയിൽ അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിനകത്ത് വലിയ രീതിയിലുള്ള വാർത്തകൾ പലരും പറയുന്നുണ്ട്. ലാലേട്ടൻ അത്തരത്തിലുള്ള ഒരു മീറ്റിങ്ങിന് ഓൺലൈനായിട്ടോ മറ്റോ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്ത് മമ്മൂക്കയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യത്തിനകത്ത് കൊടുക്കാൻ പറ്റാത്ത എന്ത് നിർദ്ദേശമാണ് ലാലേട്ടന് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് കൊടുക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിനിമാ നടനായിട്ടും ഒരു പരിധി വരെ ഒരു നമ്മൾ പറഞ്ഞ കണക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളിനകത്ത് ഇടപെടുന്നതിനോടൊപ്പം മമ്മൂക്ക എന്ന് പറയുന്ന അതല്ല, അദ്ദേഹം സാമൂഹിക രംഗത്തും ഒരു നടൻ എന്നുള്ള രീതിയിലും അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കണക്ക് ഒരു ചാനലിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിലുമൊക്കെ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്ത ഒരു നിർദ്ദേശവും കൊടുക്കാൻ ലാലേട്ടന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനെ താഴെ വന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അതും ഇതും കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പറയുന്നത് ഈ യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാലും മമ്മൂക്കയുടെ തുടരെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അവഗണന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറയുന്നു. താങ്ക് യു.